നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ദ്വിതീയഃ പാഠഃ ശബ്ദപരിചയഃ 2. സെക്കൻഡ് ചാപ്റ്റർ ശബ്ദപരിചയഃ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സൗണ്ട്, സെക്കൻഡ് പാർട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് പുല്ലിംഗ ശബ്ദമാണ്. ബാലകഃ, ശിക്ഷകഃ, അതുപോലെ ചന്ദ്രഃ എന്നൊക്കെ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ സ്ത്രീലിംഗ ശബ്ദം, അതായത് ഫെമിനിൻ ജെൻഡർ ഡിസ്കസ് ചെയ്യാം. അപ്പോ ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഏഷ ക. ഏഷ എന്ന് പറഞ്ഞ പ്രോനൗൺ ആണ്. സ എന്ന് പറയുന്ന പോലെ ഏഷ. ഏഷ ക. ഇതെന്താണ്? ഏഷ ദോല. ദോല എന്ന് പറഞ്ഞ സ്വിംഗ്, ഊഞ്ഞാല്. ഇത് ഊഞ്ഞാലാണ്. ദോല കുത്ര അസ്തി. ദോല എന്ന് പറഞ്ഞ ഊഞ്ഞാല്. കുത്ര എവിടെ ഉണ്ട്, എവിടെയാണ് ഊഞ്ഞാലുള്ളത്. ദോല ഉപവനെ അസ്തി. ഉപവനം എന്ന് പറഞ്ഞ ഗാർഡൻ. ഗാർഡനിലാണ് ഊഞ്ഞാൽ ഇരിക്കുന്നത്. അടുത്ത സെന്റൻസ് നോക്കാം. സാ ക. ഇതെന്താണ്? സായും ഒരു പ്രോനൗൺ ആണ്, ഫെമിനിൻ ജെൻഡർ, അതായത് സ്ത്രീലിംഗത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രോനൗൺ. സാ എന്നും ഏഷ എന്നും ഏകവചൻ. സാ ഘടിക. ഘടിക എന്ന് പറഞ്ഞ ക്ലോക്ക്. ഇതൊരു ക്ലോക്ക് ആണ്. ഘടിക കിം സൂചയതി. ക്ലോക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്? സൂചയതി എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റ്, സൂചിപ്പിക്കുന്നത്. ഘടിക സമയം സൂചയതി. ക്ലോക്ക് ടൈം ആണ് സൂചിപ്പിക്കുന്നത്. സമയം എന്ന് പറഞ്ഞ ടൈം. അപ്പോൾ ഈ ഫസ്റ്റ് രണ്ട് പാരഗ്രാഫില് ഏകവചനാണ് വരുന്നത്. ദോല എന്നാണ് സ്ത്രീലിംഗ ശബ്ദം. ആ എന്ന് എൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്ത്രീലിംഗ ശബ്ദമായിട്ട് സാൻസ്ക്രിറ്റിൽ എടുക്കുള്ളൂ. അത് ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ആ ക്ലാസ് കാണാത്തവർ അത് കാണണം. അപ്പൊ ദോല, അതുപോലെ ഇവിടെ ഘടിക. അപ്പോ ഈ ആദ്യത്തെ രണ്ട് പാരഗ്രാഫില് ഏകവചനാണ് വന്നേക്കണേ. അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഏ തേ കെ. ഏതേ എന്ന് പറഞ്ഞ ദിസ് ടു. ഏഷഹ ഏതേ. ദ്വിവചനാണ് ഏതേ. കെ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താണ്? കിം ഏതേ കോക്കിലേ. ഇത് രണ്ടും കുക്കുവാണോ? കോക്കിലേ എന്ന് പറഞ്ഞ കുക്കു. ന ഏതേ ചടകെ. അല്ല, ഇത് ചടകെ, അതായത് സ്പാരോ ആണ്, കുക്കു അല്ല. ചടകെ കിം കുരുതഹ. ഈ സ്പാരോ എന്താണ് ചെയ്യുന്നത്? കുരുതഹ എന്ന് പറഞ്ഞാൽ വാട്ട് ദേ ആർ ഡൂയിങ്. ഏതേ വിഹരതഹ. അവർ ചാടുകയാണ്, അല്ലെങ്കിൽ അവർ കളിക്കുകയാണ്, ഹോപ്പിംഗ്. അപ്പൊ ഇവിടെ ചടക എന്ന വാക്കിന്റെ ദ്വിവചനാണ് ചടകെ. ചടക എന്ന് പറഞ്ഞ സ്പാരോ. ചടക ഏകവചനാണ്, ചടകെ ദ്വിവചൻ. അതുപോലെ കോക്കില എന്ന വാക്കിന്റെ ദ്വിവചനാണ് കോക്കിലെ. അടുത്തത് നോക്കാം. തേ കെ. ഇത് രണ്ടും എന്താണ്? തേ ചാലികേ സ്തഹ. ചാലിക എന്ന് പറഞ്ഞ 2 ഫീമെയിൽ ഡ്രൈവേഴ്സ്. തേ കിം കുരുതഹ. അവരെന്താണ് ചെയ്യുന്നത്? തേ വാഹനം ചാലയതഹ. അവർ വണ്ടി ഓടിക്കുകയാണ്. അപ്പോ ചാലിക എന്ന വാക്കിന്റെ ദ്വിവചനാണ് ചാലികെ. അതുപോലെ സാ എന്ന വാക്കിന്റെ ദ്വിവചനാണ് തേ. അപ്പൊ ഈ രണ്ട് കേസസിൽ ഇതും പിന്നെ ഇവിടെയും ദ്വിവചനാണ് വന്നേക്കണേ. കോക്കില എന്ന വാക്കിന്റെ ദ്വിവചൻ കോക്കിലെ. ചടക എന്ന വാക്കിന്റെ ദ്വിവചൻ ചടകെ. അതുപോലെ പ്രോനൗൺ ഏഷ എന്ന പ്രോനൗണിന്റെ ദ്വിവചനാണ് ഏത്തെ. അതുപോലെ സാ എന്ന പ്രോനൗണിന്റെ ദ്വിവചനാണ് തേ. അപ്പോൾ നമ്മൾ ഏകവചനും ദ്വിവചനും നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബഹുവചനം നോക്കാം. ഏതാഹ കാഹ. ഇവയൊക്കെ എന്താണ്? ഏതാഹ എന്ന് പറഞ്ഞ ഏഷ ഏതേ ഏതാഹ പ്രോനൗൺ. മൂന്നാമത്തെ ബഹുവചനാണ് ഏതാഹ. ഇതൊക്കെ എന്താണ്? ഏതാഹ സ്ഥാലികാഹ. സ്ഥാലിക എന്ന് പറഞ്ഞ പ്ലേറ്റ്. ഇതൊക്കെ പ്ലേറ്റ് ആണ്. സ്ഥാലിക എന്ന വാക്കിന്റെ ബഹുവചനാണ് സ്ഥാലികാഹ. കിം ഏതാഹ ഗോലാകാരഹ. ഇതൊക്കെ റൗണ്ട് ഷേപ്പ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഗോലാകാരഹ എന്ന് പറഞ്ഞ റൗണ്ട് ഷേപ്പ്. ആം ഏതാഹ ഗോലാകാരഹ ഏവ. അതെ, ഇത് റൗണ്ട് ഷേപ്പ് ആണ്. അടുത്തത് താഹ കാഹ. ഇതൊക്കെ എന്താണ്? താഹ അജാഹ. ഇത് ആടാണ്. അജ എന്ന വാക്കിന്റെ ബഹുവചനാണ് അജാഹ. അതുപോലെ സാ എന്ന പ്രോനൗണിന്റെ ബഹുവചനാണ് താഹ. താഹ കിം കുർവന്തി. ഇവരൊക്കെ എന്ത് ചെയ്യുവാണ്? താഹ ചരന്തി. ഇവരൊക്കെ ഗ്രേസിയാണ്, പുല്ല് കഴിക്കുകയാണ്. ചരന്തി എന്ന് പറഞ്ഞ ചരതി എന്ന വാക്കിന്റെ ബഹുവചനാണ് ചരന്തി. അപ്പോ ഈ രണ്ട് പാരഗ്രാഫില് നമ്മൾ ബഹുവചനാണ് നോക്കിയത്.
സ്ഥാലിക എന്ന വേർഡിന്റെ ബഹുവചൻ സ്ഥാലികാഹ. അതുപോലെ ഗോലാകാര അതായത് റൗണ്ട്, അതിന്റെ ബഹുവചൻ ഗോലാകാരാഹ. അജ എന്ന വാക്കിന്റെ ബഹുവചൻ അജാഹ. അതുപോലെ പ്രോണൗൺ ഏഷ എന്നതിന്റെ ഏതാഹ, സ എന്നതിന്റെ താഹ. അതാണ് ഈ രണ്ട് പാരഗ്രാഫിലുള്ളത്. നമുക്കിനി ഈ പഠിച്ച പാരഗ്രാഫിൽ കുറെ വേർഡ്സ് ഉണ്ട്, അത് നമുക്ക് വേർഡ് മീനിങ്സ് നോക്കാം. ശബ്ദാർത്ഥ വേർഡിന്റെ മീനിങ്സ്: ഏഷ ദിസ്, ദോല സ്വിംഗ് ഊഞ്ഞാൽ, കുത്ര വെയർ എവിടെ, ഉപവനെ ഇൻ ദ ഗാർഡൻ ഗാർഡനിൽ, ഘടിക ക്ലോക്ക്, സൂചയതി ഇൻഡിക്കേറ്റ്സ് സൂചിപ്പിക്കുന്നു, കോക്കിലെ ടു കുക്കൂസ്, ഏത്തെ ദിസ്, ചടകെ ടു സ്പാരോസ്, കുരുതഹ ഡു, വിഹരതഹ ഹോപ്പിംഗ് ചാടുന്നു, ചാലികെ ഫീമെയിൽ ഡ്രൈവർ, ചാലയതഹ ഡ്രൈവ്, ഏതാഹ ദിസ്, സ്ഥാലികാഹ പ്ലേറ്റ്സ്, ആം യെസ്, ഏവ ഓൺലി, അജാഹ ഗോഡ്സ്, ചരന്തി ഗ്രേസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഏകവചൻ വരുമ്പോ എങ്ങനെ വരുന്നു, അതുപോലെ ദ്വിവചൻ വരുമ്പോ എങ്ങനെ വരുന്നു, അതുപോലെ ബഹുവചൻ വരുമ്പോ എങ്ങനെയാണ് ഓരോ പ്രോനൗണും ഓരോ വേർഡ്സും എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചു. അതിനൊപ്പം തന്നെ ഇതിൽ പഠിച്ച വേർഡ് മീനിങ്സും നോക്കി. അപ്പൊ നമുക്ക് ബാക്കി നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ധന്യവാദ്.